അതെ, നീ എന്തിനാ ഇങ്ങനെ വായ പൊത്തി പിടിച്ചിരിക്കുന്നേ? കാണിച്ചു തന്നെ. പറയ്, നീ എന്തെങ്കിലും കഴിക്കുവാണോ? അതെ, നീ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ പറയുന്നേ. പ്രീതു, എന്താ ചേച്ചി ഇതൊക്കെ? റിലാക്സ് അനിയ. നന്ദിത ഇന്ന് വൈകുന്നേരം ക്യാൻഡിൽസ് എടുത്ത് കത്തിക്കുമ്പോൾ ശോനയ്ക്ക് വേദനിക്കില്ലേ? നന്ദിതയ്ക്ക് ഇത് കാണുമ്പോ മുഴുത്ത വട്ടാകും. പിന്നെ നമുക്ക് ഈ വേലക്കാരുടെ വേഷത്തിൽ നിന്ന് മുക്തി മാത്രമല്ല, ഈ വീട് വീണ്ടും നമ്മുടെ കയ്യിൽ തന്നെ വരും. എന്റെ ഓടക്കുഴല്, എന്റെ പല്ല്, എന്റെ പല്ല്. എന്റെ പല്ലിങ് താടി. എന്റെ പല്ല് തരാനാ പറഞ്ഞേ. ഇന്ന് പാർട്ടിയുണ്ട്. പല്ലില്ലാതെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വാ തുറക്കാൻ പറ്റത്തില്ല. ഞാൻ സെൽഫി എങ്ങനെ എടുക്കോടി? പല്ലില്ലെങ്കിൽ വൃത്തിയിടല്ലേ? നിനക്ക് മനസ്സിലാവുന്നുണ്ടാ? നിന്റെ അടവൊക്കെ മതിയാക്കിക്കോ. പല്ല് എനിക്ക് താ, അല്ലെങ്കിൽ പടപടാന്ന് കിട്ടുമോ? ശരി, ആദ്യം നീ എനിക്ക് എന്റെ ഓടക്കുഴല് താ, എന്നിട്ട് പല്ല് ഞാൻ തിരിച്ചു തരാം. താ. എന്ത് ഭാഷയാ സംസാരിക്കുന്നെ? പടപടാന്ന് കിട്ടുമെന്ന്. അയ്യേ. ആദ്യം നീ മര്യാദക്ക് എന്റെ പല്ല് താ, എന്നിട്ട് ഞാൻ നിനക്ക് തന്നേക്കാം. നിന്റെ ആ സാധനം ഉണ്ടല്ലോ, അത് തന്നേക്കാം. ആദ്യം എന്റെ പല്ലുതാ. ഇല്ല, നീ ഓടിക്കളയും. എനിക്കറിയാം, ഞാൻ പല്ല് തരുമ്പോ നീ ഓടിക്കളയും. അങ്ങനെയല്ലേ? എങ്കിൽ ശരി, വാ. ഒരു കൈ തരാനും മറ്റേ കൈ എടുക്കാനും. എന്താ പോരെ? എനിക്കെന്താ? ഓക്കെ. അത് നീ എനിക്ക് താടി. ഞാനോ? ഓക്കെ, റെഡി? 1 2 3. താ, നീ അത് എനിക്ക് താ. ഇത് ചീറ്റിങ്ങാ. നീ എന്നെ പറ്റിച്ചു. എന്റെ ഓടക്കുഴല്. ഇനി കണ്ട എന്റെ ചങ്കളുണ്ടല്ലേ, അവര് നിന്നെ എന്താ ചെയ്യാൻ പോണേന്ന്. എന്റെ ഓടക്കുഴല്. എവിടെ പോയി? എവിടെ പോയി എന്റെ ഓടക്കുഴല്? എല്ലാരും ഞാൻ പറയണത് കേക്ക്. ഇപ്പൊ ശരിയാക്കി തരാം. നോക്ക്, ഈ കാര്യം ആരും അറിയാൻ പാടില്ല. നമ്മളൊക്കെ ആരാണെന്നോ എവിടെ നിന്ന് വന്നയാണെന്നോ. ഈ ഫോൺ അടിക്കുന്നല്ലോ. ഞാനിപ്പോ എങ്ങനെ ഈ ഫോൺ എടുക്കും? അപ്പൊ ഞാൻ ശത്രുഘ്നൻ സിംഗ് ആയാൽ?
ആർക്കൊക്കെ എന്ത് പേരിട്ടിട്ടുണ്ടാ അതേ വിളിക്കാൻ പാടുള്ളൂ. ആ പിന്നെ ആർക്കൊക്കെ എങ്ങനെയൊക്കെ അവസരം കിട്ടുന്ന അവർ സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് രക്ഷപ്പെട്ടോണം. അതെ, എന്റെ മുഖത്ത് എന്നെ ഇങ്ങനെ നോയിക്കൊണ്ട് നിക്കാതെ ഒന്ന് പോ. അല്ല, ഇത് പ്രീതുവിന്റെ ശബ്ദമാണല്ലോ. അവർ വീട്ടിലേക്ക് വന്നോ? ഇനി ആരെങ്കിലും പറ്റിക്കുന്നതാണോ? എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു? അങ്ങനെ 6 കുട്ടികൾ. ഒരേ ഒരു നീ, നിനക്ക് 6 കൂട്ടുകാരോ? ഇതെന്തൊരു അന്യായമാണ്. എല്ലാ കുട്ടികളും വന്നു കഴിഞ്ഞു, അതും വെറും കൈയോടെ. കുടുകുടു കുടുകുടു കേൾക്കുന്നു, ഇടിയുടെ ശബ്ദം കേൾക്കുന്നു, മാനത്തച്ഛൻ പത്തായത്തിൽ തേങ്ങ പറക്കിയിടുന്നല്ലോ. അങ്ങനെയാണോ? പ്രീതു, ഇതൊക്കെ ആരാണ്? പിന്നെ നിങ്ങളൊക്കെ അകത്തേക്ക് വന്നത് എങ്ങനെയാണ്? ഇതൊക്കെ എന്റെ ചങ്കുകളാണ്. അതെ, കൂട്ടുകാരാ കൂട്ടുകാരാ കൂട്ടുകാരാ. അതെ അതെ, ഇത് ടിങ്കുബാലുവാണ്. ഇവൻ മനുമോഹനാ. ഇവന്റെ പേര് ശ്യാം കുമാർ എന്നാ. പിന്നെ ഞാൻ ആവണി മേനോൻ. ഞങ്ങളെല്ലാരും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇല്ലമ്മ, ഇവര് കള്ളം പറയാ. ഇവര് ഫുട്പാത്തിലെ കുട്ടികളാ. ഇവിടെ മോഷ്ടിക്കാൻ വന്നത് സോനയുടെ ഫ്രണ്ട്സ്. അവര് ഇവരെല്ലാം കള്ളം പറയുക. ഇവരാരും പ്രീതുവിന്റെ കൂട്ടുകാരല്ല. ഇപ്പൊ നിന്നെ കള്ളത്തരം പൊളിയും. ഇവരൊക്കെ വേഷം മാറി വന്നിരിക്കുക. എടാ കുള്ളാടാടാ, നിനക്ക് എങ്ങനെ അറിയാം? നിന്നോട് ആരാടാ ഇത് പറഞ്ഞ? പ്രീതു, ഏയ് അല്ലല്ലമ്മ, ഈ ഡംരു ശരിയാ പറഞ്ഞത് ശരിയാ. നോക്കിയേ, ഇവരെല്ലാം എന്ത് കഷ്ടപ്പെട്ട വേഷം കിട്ടിയിരിക്കുന്നെന്ന്. ഏതാണ്ട് ഒട്ടിനെ പോലെ, ബോളിവുഡിനെ പോലെ. ഇത് നോക്കിയേ, സലാം ഡോഗ്. പിന്നെ ഇത് രംഗീല. പിന്നെ ഇതാണ് മുന്നാഭായ്. ഏതാണ്ട് സിനിമ പോലെ തന്നെ. എല്ലാരും വേഷം കെട്ടിയിരിക്കുന്നത് കണ്ടില്ലേ? ഇല്ല, ഇവള് കള്ളം പറയുക. ഒരു പ്രാവശ്യം എനിക്ക് എന്റെ മുരളി കിട്ടിയ ഞാൻ കാണിച്ചു തന്നേനെ. ശരി രാജകുമാരി, അവിടുന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം. അതായത് ഈ 6 എണ്ണം ഇവിടെ എത്തിയ സ്ഥിതിക്ക്. ഓയ് സുന്ദരി, പാർട്ടി തുടങ്ങാം. പാട്ടും ഡാൻസും തുടങ്ങട്ടെ. ഇവരൊക്കെ ഡാൻസ് കളിക്കുന്നത് വരേക്കും നിന്റെ പാർട്ടിയും നടന്നുകൊണ്ടിരിക്കും. എന്നാ തുടങ്ങിക്കോ. ഏയ്, സമയം കിട്ടുമ്പോ എല്ലാം എടുത്തോണം. എന്തേലും തെറ്റുപറ്റിയുണ്ടല്ലോ ശരിയാക്കും നിങ്ങളത്. ഞാനിവിടെ ഉള്ളപ്പോ ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ഒരു മുട്ട സൂചി പോലും കൊണ്ടുപോകില്ല. മോഷ്ടിക്കുന്നത് ബാഡാണ്, അതിന് ഞാൻ സമ്മതിക്കില്ല. അത് നീ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. എനിക്ക് എന്റെ മുരളി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. നീ പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വാടി, കാണിച്ചു തരാം.
എന്റെ മാജിക് വർക്കാവുന്നില്ല. എന്റെ മുരളി എവിടെയാ? ആ അറിയില്ല എനിക്ക് എന്താ ഇങ്ങനെ തോന്നിയെന്ന്. എന്തോ അരുതാത്തത് പറ്റാൻ പോവാണെന്ന്. ഞാൻ വേഗം എന്റെ മുരളി കണ്ടുപിടിക്കണം. ഇപ്പൊ കേക്ക് കട്ട് ചെയ്യുമ്പോ തന്നെ എല്ലാം പൊട്ടിത്തെറിച്ച് അവസാനിക്കും. ഈ കാൻഡിൽ കത്തിക്കുമ്പോ ഇതിലുള്ള ബോംബ് പൊട്ടിത്തെറിക്കും. പിന്നീടായിരിക്കും പാർട്ടിയിൽ കൂടുതൽ രസം. ഇനി കാൻഡിൽ കത്തിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. അതോടെ സോനയുടെ കളി അവസാനിക്കും. ഓ നോ, എനിക്ക് തോന്നിയതാ എന്തോ അരുതാത്തത് പറ്റാൻ പോവാണെന്ന്. ഈ മോഹിനി ഇവളെന്തോ വലിയ ബാഡ് ചെയ്യാൻ പോവാ. എനിക്കറിയായിരുന്നു ആ കേക്കില് എന്തോ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. ഇല്ല, എന്ത് പറ്റിയാലും അവൾക്ക് ഒന്നും പറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവളെ ഞാൻ രക്ഷിക്കും. സോന, വേണ്ട, അമ്മ കാൻഡിൽ കത്തിക്കില്ലേ സോന. ശരി പ്രീതു, ഇനി കേക്ക് മുറിച്ചോ. ആദ്യം മെഴുകുതിരി ഒന്ന് കത്തിക്കേ. സോറി, കത്തിക്കാം. നമ്മുടെ ജോലി ഒക്കെ തീർന്നു. പ്രീതു, പ്രീതു, മോളെ, മോളെ കണ്ണു തുറക്ക്. മോളെ, എന്തു പറ്റി മോളെ? കണ്ണു തുറക്ക് പ്രീതു. പ്രീതു, 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 കണ്ണു തുറക്ക് പ്രീതു. മോളെ, പ്രീതു, കണ്ണു തുറക്ക് മോളെ, കണ്ണു തുറക്ക്. പ്രീതു, എണീക്ക് മോളെ. വിക്രം, വിക്രം, ഡോക്ടറെ വിളിക്കേ. ഡോക്ടറെ വിളിക്കൂ പ്ലീസ്, വേഗം. പ്രീതു, പ്രീതു, എന്റെ മോക്കൊന്നും വരില്ല മോളെ. അമ്മ ഇവിടെ ഉണ്ട് മോളെ. പ്രീതു, മോളെ, പ്രീതു, എണീക്ക് മോളെ. പ്രീതു, കണ്ണു തുറക്ക് മോളെ. അയ്യോ പ്രീതു. യെസ്, പ്രീതു, എന്റെ ദൈവമേ, സോറി ചേട്ടാ. ഇതെന്താ പറ്റിയത്? മോളെ. പ്രീതു, മാറ്, മാറ്, മാറ്. പ്രീതു, മോളെ. പ്രീതു, അയ്യോ, ഈ കേക്ക് ആരാ കൊണ്ടുവന്നത്? ഇതെങ്ങനെയാ പൊട്ടിത്തെറിച്ചത്? മോളെ, പ്രീതു, മോളെ കണ്ണു തുറക്ക്. കണ്ണു തുറക്ക് പ്രീതു. ബോബി, ഇവള് കണ്ണു തുറക്കുന്നില്ല. ശ്വാസമൊന്നും ഇല്ലല്ലോ. മരിച്ചു പോയോ? അങ്ങനെ പറയും. പ്രീതു, അയ്യോ പ്രീതുവിന് ഇത് എന്താ പറ്റിയത്? ഒന്ന് സമാധാനിക്ക് ചേച്ചി. ഡോക്ടർ വരുമല്ലേ, എല്ലാം ശരിയാകും. ഒന്നുമില്ല അമ്മ,
സോനയ്ക്ക് ഒന്നുമില്ല. സോനയാണെങ്കിൽ ഒന്ന് ബോധം കിട്ടുക. അമ്മ 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 ഇവിടെ ബോധം വെള്ളം ഒഴിക്ക്. സോന എഴുന്നേക്ക്, കണ്ണു തുറക്ക്. നീ കണ്ണു തുറന്നേ പറ്റൂ. എല്ലാവർക്കും വേണ്ടിട്ട്, അമ്മയ്ക്ക് വേണ്ടിട്ട്. നീ പ്രീതുവാ. പിന്നെ പ്രീതുവിന് ഒരിക്കലും ഒന്നും പറ്റാൻ പാടില്ല. അമ്മ സോന ഇങ്ങനെ തന്നെ കാണുകയാണെങ്കിൽ അമ്മക്ക് പിന്നെ സുഖമില്ലാതാവും. സോന എഴുന്നേക്ക്, നിനക്കൊന്നും പറ്റിയില്ല. എഴുന്നേക്ക് സോന, നിനക്കൊന്നുമില്ല. നിനക്കപ്പോൾ തീർച്ചയായും മനസ്സിലാവും നീ എന്താണ് ചോദിക്കേണ്ടതെന്ന്. പ്രീതു കണ്ണു തുറക്ക്. എന്തു പറ്റി മോളെ? പ്രീതു കണ്ണു തുറക്ക്. അമ്മയുടെ മോളല്ലേ? ഐ എം സോറി, ബട്ട് ലക്ഷണങ്ങൾ കണ്ടിട്ട് ഈ കുട്ടിയുടെ കാഴ്ച നഷ്ടപ്പെടാനാണ് സാധ്യത. അതായത് തീയുടെ ഇന്റൻസിറ്റി വളരെ കൂടുതലായിരുന്നു. ഐ ഡോണ്ട് തിങ്ക് ഷി വുഡ് ബി ഏബിൾ ടു മേക്ക് ഇറ്റ്. നമുക്കിനി ഒന്നും ചെയ്യാനില്ല. ഏയ്, ഒന്നും madam. ചെയ്യാൻ സാധിക്കാതെ. ചേച്ചി, ഒന്നും ചെയ്യാൻ സാധിക്കാതെ. പറയ്, എന്റെ മോൾക്ക് ഒന്നും സംഭവിക്കില്ല. അവൾക്കൊന്നും ഞാൻ സമ്മതിക്കില്ല. ശരിയാക്ക്. എന്താ പറഞ്ഞാ മനസ്സിലാവാത്ത എന്റെ മോൾക്ക് ഒന്നും വരില്ല. നീ ഇതെന്താ ചെയ്തത്? സ്വന്തം കുഞ്ഞിന്റെ ജീവൻ എടുക്കാൻ തന്നെ ശ്രമിച്ചോ? ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ ദൈവമേ, ഇത് കലയുഗം തന്നെയാ. അമ്മ സ്വന്തം കുഞ്ഞിനെ പോലും വെറുതെ വിടുന്നില്ല. നീ എന്താ ആ കേക്കിൽ വെച്ചിരുന്നത്? മോഹിനി മതി. അമ്മ സോനയ്ക്ക് ഒന്നും വരില്ല. അമ്മ ഡോക്ടർ അങ്കിൾ അമ്മയോട് പറഞ്ഞതല്ലേ. അമ്മ കരയണ്ട, ഒന്നും വരില്ല സോനയ്ക്ക്. അവൾ എഴുന്നേക്കും. എന്റെ മോക്ക് പ്രീതു, ഇവിടെ എന്താ ലൈറ്റ് ഇട്ടിട്ടില്ലേ? പ്രീതുമോളെ, ഇവിടെ 2 വിളക്കുകൾ കത്തിച്ചു വെച്ചിരിക്കുന്ന കാണുന്നില്ലേ? ലൈറ്റാ? എവിടെ ലൈറ്റ്? ഇവിടെയാണോ ലൈറ്റ്? അപ്പൊ എന്റെ ബൾബിന്റെ ഫ്യൂസ് ആണോ അടിച്ചു പോയത്? ആരെയും എനിക്ക് കാണാൻ പറ്റണില്ല. എനിക്ക് എന്തോ ഒന്നും കാണാൻ പറ്റാത്ത. എടി പെണ്ണെ, ഇത് നീയല്ലേ ചെയ്യുന്നത് പ്രീതു? എനിക്കറിയാം നീയാ ഇത് ചെയ്യുന്നതെന്ന്. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? ആരോടാ സംസാരിക്കുന്നത് പ്രീതു? ആരോടാ സംസാരിക്കുന്നത്? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇല്ല, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നന്ദിത, പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. ഏയ്, എനിക്ക് വേണ്ട. മരിച്ചാ മതി. വിട്. എന്നെ വിട്. എന്താ ഭ്രാന്ത് പിടിച്ചോ? എനിക്ക് മരിക്കണം. എന്നെ വിട്. വിടത്.